ഹലോ അസ്സലാമു അലൈക്കും. അനന്തര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ മട്ടൺ സൂപ്പ്. സൂപ്പിന് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇത് സൂപ്പിൽ കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് ഇളക്കുക. കുറച്ച് ക്യാരറ്റ് ഇടുക, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടുക, കുറച്ചിടാം. ഇവിടെ ഒന്നും ഇളക്കത്. ഇതപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ഇതൊന്നാണ് വഴന്ന് തരണം. അപ്പോൾ ഇത് ഏകദേശം വഴന്നിട്ട് 1 മിനിറ്റോളം അതൊന്ന് ഇളക്കി പിന്നെ ഇതിൻ്റെ മുമ്പേ തിളപ്പിച്ചില്ലേ ആ വെജിറ്റബിൾസ് ഒന്ന് അതിലിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചിക്കനെ സൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതുപോലെ അത് വേവിച്ച അതിൻ്റെ സാധനങ്ങൾ ചിക്കനും ക്യാരറ്റും കാര്യങ്ങളും എല്ലാം കൂടിയ സാധനം ഇവിടെ മാറ്റി വെച്ചിട്ട് ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യല്ലേ, വേറെ വേറെ ഇടും അല്ലേ കഴിക്കുമ്പോൾ. ഇനി വേറെ കുറച്ച് ഐറ്റംസുകളുണ്ട്. പിന്നെ അതിക്കൊരു എഗ്ഗ് നന്നായി ഒന്നും ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വെളുത്തുള്ളി നന്നായി കട്ട് ചെയ്തിട്ട് ഈ കോളിഫ്ലവർ പൗഡർ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. വേവിച്ച ചിക്കന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പച്ചക്കറികൾ ഇങ്ങനെ, പിന്നെ ഒരു കോഴിമുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളം, തിളപ്പിച്ച വെള്ളം. ഓക്കെ, ഇനി ഇതൊരു പാനലിലിട്ടൊക്കെ സെറ്റാക്കണം. ഇത് പിന്നെ നമ്മളെ ചിക്കനെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതതിലാണ്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് സോയ് സോസ് ഒഴിക്കുക. പിന്നെ ഒരു ചില്ലി സോസ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കട്ടോ എരിവിന്. അത് നമ്മൾ ഒഴിക്കണില്ല. നമ്മൾ പിന്നെ കുറച്ച് വിനെഗർ ഒഴിച്ചു. വിനെഗർ 1 ടീസ്പൂണ് എന്നിട്ട് അതൊന്നിങ്ങനെ ജസ്റ്റ് ഇളക്കുക, ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി അതൊന്നതാണ് ഇളക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച്. എന്നിട്ട് അതൊന്നാണ് മിക്സ് ചെയ്യാം. ഓക്കെ, ഉപ്പിടുക അല്ലേ. എന്നിട്ടൊരു ലേശം ഉപ്പ് ഇടുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ചിക്കന് അതിലേക്കാണ് എടുത്ത് ഒന്നങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ. ആ മുട്ട കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ അതും ആ എഗ് ഒഴിച്ച് ഇളക്കിയ പോലെ ഇതും ഇളക്കുക. കുറേശ്ശെ ഒഴിച്ച് ഇളക്കുക. അത് തിളക്കുമ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ടിട്ട് ആണ് മിക്സ് ചെയ്യുക, ഇളക്കുക. പിന്നെ ഇതെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് പുളി എന്തൊക്കെയാണ് കുറവ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ടുക. എരിവ് അപ്പോൾ നമ്മൾ ചില്ലി സോസ് വെച്ചില്ലല്ലോ അതിൻ്റെ എരിവ് ഇടില്ല. അപ്പോൾ ഇഷ്ടമുള്ളക്കൊക്കെ വേണ്ടോണ്ട് ഞങ്ങൾ അയ്യോ ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമുള്ളക്കൊക്കെ വേണ്ടോണ്ട് എന്ത് ഞങ്ങൾ എരിവ് അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ സൂപ്പ് ഉണ്ടാക്കേണ്ട വീഡിയോ. ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടിട്ടൊന്നും മിക്സ് ചെയ്തു. കുരുമുളക് വിഷയമല്ല, നമ്മൾ തന്നെ പൊടിച്ച് ഇവിടെ ഉണ്ടാക്കി കുരുമുളക് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ ചിക്കൻ മട്ടൺ സൂപ്പ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണ്. അപ്പോൾ നമ്മളെ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആഹാ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കുടിക്കണ അതേ സെയിം സൂപ്പ്.
ഇഷലൊന്ന് കഴിച്ചു നോക്ക് സൂപ്പ്. സൂപ്പ് ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടല. ഇച്ചിരി ചൂടുണ്ട് കേട്ടോ. ഒന്ന് ഊതിക്കോ. ഇല്ല എങ്ങനെയുണ്ട്? അടിപൊളി. അത്ര സെറ്റ്. ഇച്ചിരി ചൂടുണ്ട് കേട്ടോ. ചൂട് ആറിയിട്ടാണ് ഇഷ്ടം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.